ടു അവർ ചാനൽ കിഡീസ് ക്രിയേറ്റീവ്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് USS എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോയുമായിട്ടാണ്. പല സ്കോളർഷിപ്പ് എക്സാംസ് ഈ വർഷം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം, പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജൂൺ മാസം വന്നെത്തി, സ്കൂൾ ഇപ്പോൾ ഇതാ തുറക്കും. അപ്പോൾ നമുക്കറിയാം SSLC റിസൾട്ട് വന്നു, LSS USS എക്സാം, അങ്ങനെ NMMS സ്കോളർഷിപ്പുകളുടെയൊക്കെ കഴിഞ്ഞ വർഷത്തേക്ക് റിസൾട്ടുകൾ വന്നു. അപ്പോൾ അതിൽ കുറേ പേർക്ക് വിജയം നേടാൻ സാധിച്ചു. അപ്പോൾ ഈ വർഷം എന്നെപ്പോലെ കുറേ പേര് SSLC എക്സാം എഴുതുന്നവരുണ്ടാവും. അതുപോലെ പല സ്കോളർഷിപ്പ് എക്സാമുകളെ നിങ്ങൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപ് ഈ USS എക്സാം എന്താണെന്നും ഇത് എഴുതിയുള്ള ബെനിഫിറ്റ്സ് എന്താണ് എന്നൊക്കെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതുപോലെ LSS എക്സാം, ഈ USS എക്സാം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള എക്സാമാണ്. ഇനി ഇതേപോലെ തന്നെ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള എക്സാമാണ് LSS എക്സാം. അതിനെപ്പറ്റി ഒരു 4-5 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സിവിൽ സർവീസ് എക്സാമിന് ഈ പ്രായത്തിൽ തന്നെ കുട്ടികളായി നമ്മൾ എങ്ങനെയാണ് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ നമ്മൾ സിവിൽ സർവീസ് എക്സാം വിജയമായിട്ടുള്ള ശ്രീ അഹമ്മദ് അഷിഖ് സാറുമായിട്ട് നടത്തിയിരുന്നു. അതുപോലെ പഠനം എളുപ്പമാക്കാനായിട്ട് കോഡ്സ് ഉപയോഗിച്ച് പഠിക്കുന്ന രീതി, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ നമ്മൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിന്ന് ഇത്തവണത്തെ USS എക്സാമിൽ ഉന്നത മാർക്ക് നേടി വലിയൊരു വിജയം കൈവരിച്ച ഒരു വിദ്യാർത്ഥിനിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്. ആരാണ് ആ വിദ്യാർത്ഥിനി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് സ്വാഗതം ചെയ്യാം ഐദ MA. ഹലോ ഐദ. ഹലോ, കിഡീസ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ സ്വന്തമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ ഐദ MA, ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ വർഷത്തെ USS സ്കോളർഷിപ്പിൽ ഉയർന്ന മാർക്കോട് കൂടി വിജയിക്കാൻ സാധിച്ചു. അതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എല്ലാ ടീച്ചേഴ്സിനോടും, ഈ വീഡിയോയിലൂടെ എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ USS എക്സാമിന് പഠിച്ചു തുടങ്ങിയത്? 7th ഓണം എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാവും നമ്മൾ സെലക്റ്റഡ് ആയിന്ന്. അപ്പോൾ 5ലെയും 6ലെയും 7ലെയും ടെക്സ്റ്റ് ബുക്സ് മുഴുവൻ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ 5th-ലെയും 6th-ലെയും ടെക്സ്റ്റ് ബുക്സിലെ പോയിന്റ്സ് ആയിട്ട് എഴുതി പഠിച്ചു. ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അങ്ങോട്ട് ഫോക്കസ്ഡ് ആയി പഠിച്ചു തുടങ്ങിയത്. ഈ പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഇപ്പോൾ മൊബൈൽ ഫോൺ, TV അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി, ഒരു ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? TV ഒക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തു. ക്രിസ്മസ് എക്സാം കഴിഞ്ഞതോടുകൂടി ശരിക്കും കിട്ടണം എന്നുള്ള ആ ഒരു വാശിയായി. അപ്പോൾ 4 മണിക്കൊക്കെ എണീറ്റ് പഠിക്കുക, ആ ഒരു രീതിയിൽ ജനുവരി ഫെബ്രുവരിയും നല്ല കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചിരുന്നു. ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. ഫോണ്, TV അതൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പഠിച്ചിരുന്നു. അതായത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചിരുന്നു. നല്ല 4 മണിക്ക് എണീക്കും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സും കൂടി നമുക്ക് കമ്പനി ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവും പഠിക്കാൻ. നീ അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് പഠിച്ചു, അങ്ങനെ ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആവും പഠിക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും, നീ 4 മണിക്ക് എണീക്കോ, ഞാനും 4 മണിക്ക് എണീക്കാം. ആ ഒരു രീതിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ നമുക്കൊരു മടുപ്പ് വരാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ശരിയാണ്. നമ്മൾ USS സ്കൂളിൽ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും 5ലെയും 6ലെയും 7ലെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കും, TV ഒക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ടെങ്കിലും പഠനമൊക്കെ ചിലപ്പോൾ പലർക്കെങ്കിലും ബോറൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് പഠനം എങ്ങനെയാണ് രസകരമാക്കിയത്, അതിനുവേണ്ടി എന്തെങ്കിലും ട്രിക്സ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു സബ്ജക്റ്റ് തന്നെ കുറേ നേരം പഠിക്കാതെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ മാത്സും സോഷ്യലും ഒക്കെ ഉൾപ്പെടുത്തി അത് 1 മണിക്കൂർ 1/2 മണിക്കൂർ സയൻസ് പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റും കൂടി ബോറടിക്കാത്ത രീതിയിൽ അങ്ങനെയാണ് പഠിക്കാൻ പറ്റുക. ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിന് പകരം എല്ലാ സബ്ജക്റ്റും കൂടി കുറേശ്ശെ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്കധികം ബോറടി ഫീൽ ചെയ്യില്ല. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെയൊക്കെ നടത്തിയിരുന്നോ? സ്കൂളിൽ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തിരുന്നു. അത് വളരെ ഉപകാരപ്രദമാണ്. അതായത് നമുക്കറിയാത്ത ഒരു കാര്യം മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്കും അറിവ് കൂടും, നമുക്കും അറിവ് കൂടും. പിന്നെ നമ്മൾ ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ, മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും അറിവ് കൂടും, അവർക്കും അറിവ് കൂടും. അത് വളരെ ഒരു നല്ല, നമ്മൾ പഠിക്കുന്ന കാര്യം കുറച്ചും കൂടി തറമായി നിൽക്കാനായിട്ട് വളരെ ഉപയോഗം. ഓക്കെ, അപ്പോൾ ഈ USS എക്സാമിൽ പൊതുവേ ടഫാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് തോന്നിയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്? സയൻസും മാത്സും ആണ് പൊതുവേ ടഫാണെന്ന് പറയാറ്. സയൻസ് നമ്മൾ ഗൈഡിലെ ക്വസ്റ്റ്യൻസ്, ഗൈഡിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് ഇങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2024 ഗൈഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് സയൻസിൻ്റെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നിങ്ങനെ ഭാഗങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്. 7th ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ 24. എന്നാൽ 23, 22, 21 അതിന് മുമ്പുള്ള എല്ലാ ഗൈഡുകളും യൂസ് ചെയ്യാണ് പരമാവധി നല്ലത്. കാരണം അതിലാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അധികം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇത് ഏത് ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് പഠിച്ചത്? ഞാൻ V ഗൈഡാണ് ഫോളോ ചെയ്തത്. 21 V ഗൈഡാണ് ഞാൻ ഉപയോഗിച്ചത്. 21-ലും 22-ലും 23-ലും ഒരേ കാര്യങ്ങൾ തന്നെയാണുള്ളത്.
അപ്പോൾ ഇവർ പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? പുതിയതായി വന്നതിൽ നമ്മുടെ 7th മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. പക്ഷേ 6th 5th എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വരണമെങ്കിൽ അതിന് മുമ്പ് തന്നെ യൂസ് ചെയ്യും. ഇനി മാത്സ് എങ്ങനെയാണ് പഠിച്ചത്? മാത്സ് ഞങ്ങളുടെ സ്കൂളിലെ മാത്സ് ടീച്ചർ സിമി ടീച്ചർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. USS ഇല്ലാത്ത കുട്ടികൾക്ക് വരെ ഞങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് എടുത്തു കഴിയുമ്പോഴും സാധാരണ ടീച്ചേഴ്സ് ടെസ്റ്റ് എടുക്കുന്ന പോലെ അല്ല ടീച്ചർ ചെയ്യാം. നമ്മൾ പഠിക്കാൻ പറയും, പഠിച്ചു എന്ന് പറയും, ടെസ്റ്റ് എടുക്കുക, അങ്ങനെയല്ല. പക്ഷെ നമ്മൾ പഠിച്ചത് നമ്മൾ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഏത് ബുക്കിലാണോ നമ്മൾ പഠിച്ചത് ആ ചാപ്റ്റർ മുഴുവൻ നമ്മൾ പഠിച്ചത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അതിലൂടെ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. നമ്മൾ 14 ചാപ്റ്റേഴ്സും നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ചത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് വെറുതെ പഠിച്ചു പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അത് USS എഴുതാൻ പോകുന്ന മാത്സ് ടഫൊക്കെ ആയിട്ട് തോന്നുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും അങ്ങനെ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇതുവരെ ടീച്ചർ ചെയ്യിപ്പിച്ച പോലെ റഫിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി നല്ലപോലെ അത് ഇഫക്റ്റീവ് ആകുന്നു. ഓക്കെ, പിന്നെ ഈ GK കറണ്ട് അഫയേഴ്സ്, നമ്മൾ ഏതൊരു എക്സാം ആയാലും അതിൽ കുറച്ച് കറണ്ട് അഫയേഴ്സും GK ഉണ്ടാവുമല്ലോ. ഈ USSൽ ഏത് സബ്ജക്ട്സിലാണ് GKയും കറണ്ട് അഫയേഴ്സും ഒക്കെ കണ്ടത്? എങ്ങനെയാണ് അത് പഠിച്ചത്? സോഷ്യൽ സയൻസിലാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാനായിട്ട് വന്നിരുന്നത്. പക്ഷേ മലയാളത്തിലും കുറച്ച് വന്നിട്ടുണ്ട്. മലയാളത്തിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. സോഷ്യൽ സയൻസിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? ഇപ്പോൾ ഇന്ത്യയിലെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ്, ഏതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത്? യൂട്യൂബിൽ നമ്മൾ ഓരോ മന്തിൻ്റെയും കറണ്ട് അഫയേഴ്സിന് അടിച്ചു കൊടുക്കുമ്പോൾ പല പല ചാനലുകളും അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. ഓക്കെ, ഇനി ലാംഗ്വേജസ്, ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം. ഇപ്പോൾ മലയാളം ഫസ്റ്റ് ആയിരുന്നു, സംസ്കൃതമായിരുന്നു? മലയാളം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, പിന്നെ ഇംഗ്ലീഷ്, ഇതല്ലേ നമുക്കുള്ളത്. അപ്പോൾ ഈ 3 ഭാഷകൾ എങ്ങനെയാണ് പഠിച്ചത്? അതായത് ഇപ്പോൾ നമ്മൾ സയൻസും മാത്സും പഠിക്കുന്ന പോലെ അല്ല, അതിന് ഏതൊക്കെയാണ് ലാംഗ്വേജസിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ? ലാംഗ്വേജസിൽ നമ്മുടെ ഗൈഡിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മലയാളം ഫസ്റ്റും സെക്കൻഡും. സെക്കൻഡ് കുറച്ചും കൂടി എളുപ്പമാണ്. മലയാളം ഫസ്റ്റ് കുറേ ഗ്രാമർ പാർട്ടുകളൊക്കെ ഉണ്ട് മലയാളം ഫസ്റ്റിൽ. അപ്പോൾ അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണം. ഗ്രാമറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഗ്രാമർ ആസ് വെൽ ആസ് എയ്തർ നോർ അങ്ങനെയുള്ള കാര്യങ്ങളും പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, സിമിലി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിക്കണം. പിന്നെ മലയാളത്തിൽ നമുക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ PDF അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിൽ തന്നെ നമുക്ക് മലയാളം കവർ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സബ്ജക്ട്സും സോഷ്യൽ സയൻസിനെ പറ്റി പറഞ്ഞില്ല അല്ലേ? സോഷ്യൽ സയൻസ് എങ്ങനെയാണ് പഠിച്ചത്? സോഷ്യൽ സയൻസ് പോലെ തന്നെ 5th 6th എല്ലാ ക്ലാസ്സുകളിലെയും ഓരോ ചാപ്റ്റർ വൈസ് എഴുതിയെടുത്ത് പഠിക്കുക, പോയിന്റ്സ് ആയിട്ട്. അത് ഓണം എക്സാം കഴിയുമ്പോൾ തന്നെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ പഠിച്ചത് ഗൈഡിൽ കുറേ GK ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് അല്ല, പക്ഷെ പൊതുവായിട്ടുള്ള GK ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ USS LSS എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഓണം എക്സാം കഴിയുമ്പോഴത്തേനും ചെറുതായി തുടങ്ങുക, ജനുവരി ഫെബ്രുവരി നല്ലപോലെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഐഡിയയുടെ ഈ സക്സസ് സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ USS എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു ഒരു പ്രതീക്ഷ? ആൻസർ കീ ഒക്കെ നോക്കിയപ്പോൾ എന്തായിരുന്നു ആ ഒരു അനുഭൂതി? ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സാം കഴിയുമ്പോൾ ആൻസർ കീ ഇല്ലാണ്ട് നമുക്കൊരു ഭയങ്കര ടെൻഷനായിരിക്കും, എത്ര മാർക്ക് എന്ന്. പക്ഷേ കഴിയുന്നതും ആൻസർ കീസ് നോക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം പലരും ആൻസർ കീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സൈലം, എക്സാമിനർ, അങ്ങനെ പല പല ചാനലുകളും. പക്ഷെ എല്ലാവരും പല പല ഉത്തരങ്ങളാണ് ശരിയായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണ് ഏതാണ് ശരി ഉത്തരമെന്ന്. അപ്പോൾ കൃത്യമായിട്ടൊരു മാർക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ നോക്കിയിട്ട് പറയാൻ കഴിയില്ല. പിന്നെ പരീക്ഷാഭവൻ്റെ ആൻസർ കീ കുറച്ച് കഴിയുമ്പോൾ, എക്സാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അത് നോക്കിയാൽ തന്നെ നമ്മുടെ മാർക്ക് ഒരുവിധം ഉറപ്പാക്കാൻ പറ്റും. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്കന്ന് ഉറക്കം പോകും. കാരണം ഞാൻ തന്നെ എൻ്റെ പേപ്പർ 10 പ്രാവശ്യം അങ്ങനെ നോക്കിയിട്ടുണ്ടാവും, പല പല ഇത് നോക്കിയിട്ട്. സൈലം ഒന്ന് നോക്കും, എക്സാമിനർ വേറെ നോക്കും, അങ്ങനെ. അപ്പോൾ കഴിയുന്നതും പരീക്ഷാഭവൻ വന്നിട്ട് നോക്കാനാണ് നല്ലത്. അപ്പോൾ നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ല, പരീക്ഷാഭവൻ നോക്കാനാണ് നല്ലത്. ഓക്കെ, ഇനി ഈ വർഷം USS എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എന്താണ് ഇതൊക്കെ പറയാനുള്ളത്? 5th 6th 7th നന്നായി പഠിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. അതായത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മൾ എക്സാമിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ ആയിട്ട് നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ എഴുതിയപ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് 2 ഉത്തരങ്ങൾ അങ്ങനെ ശരിയായി വന്നതുണ്ട്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ വിട്ടുപോയതല്ല, നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. പല ക്വസ്റ്റ്യൻസും അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 5ലെയും 6ലെയും 7ലെയും പഠിക്കണം, അത് നിർബന്ധമാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വർഷത്തെ പേപ്പറിൽ 7th മാത്രമാണ് കൂടുതൽ അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം നോക്കിയപ്പോൾ
5th-ലും 6th-ലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഏതാണ് വരികയെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, അത് ലക്കിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുകയാണ് നല്ലത്. പിന്നെ ബോറടിക്കുന്നതെല്ലാം സ്വാഭാവികമാണ്, അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് USS കിട്ടിക്കഴിഞ്ഞാലുള്ള ആ ഒരു ബെനിഫിറ്റ്സും സ്കൂളിലെ ഫോട്ടോ ഒക്കെ വരുന്നതും അതൊക്കെ ആലോചിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ മടുപ്പ് തോന്നില്ല. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാം, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് നമുക്ക് USS നന്നായി എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് ഇത്രയും നേരം വൈദ്യുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച ഇതൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഭാവിയിലേക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വളരെ ഫോമലായിട്ടാണ് ചെയ്തത്. എന്താ പറയുക, സിസ്റ്റർ ഒരു USSന്റെ ഒരു ഇത് വരാനായിട്ട് എല്ലാവർക്കും ഒരു മോട്ടിവേഷനൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആക്ച്വലി സിസ്റ്റേഴ്സാണ്. നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ മുൻപത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുമിച്ചൊക്കെ, അപ്പോൾ അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അറിയിക്കാതെ ഒരു ശരിക്കും ഒരു ഇൻ്റർവ്യൂയുടെ രീതിയിലാണ് തോന്നിക്കോട്ടെ, ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു സീരിയസ്നെസ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ വളരെ ഫോമലായിട്ട് ചെയ്തത്. അപ്പോൾ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നു. USS എക്സാമിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഗുണങ്ങളുണ്ട് നമുക്ക് USS കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയിൽ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ USS എക്സാം എഴുതി കഴിഞ്ഞാൽ 10th ഗ്രേസ് മാർക്ക് കിട്ടുന്നതാണ് അതിൽ പറഞ്ഞത്. ആക്ച്വലി അത് ഗ്രേസ് മാർക്കല്ല. നമ്മൾ +1 +2 നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നല്ലൊരു സ്കൂളിൽ കിട്ടണമെങ്കിൽ നമുക്ക് ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് LSS USS NMS അങ്ങനെ എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് എന്താ പറയുക, ഒന്നും കൂടി വേഗം നമുക്ക് അഡ്മിഷൻ കിട്ടും. ബോണസ് പോയിന്റ് കൂടി ഉണ്ടാവും ഇങ്ങനെ LSS USS ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് സംഭവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വർഷം USS എഴുതാൻ പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഞങ്ങൾ ഇത്രയും നേരം എന്താ വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ ബ്രദർ ക്യാമറമാൻ അയാഷ് മുഹമ്മദ് ആണ്. ഇത്രയും നേരം വീഡിയോ എടുത്തു തന്നത്. അപ്പോൾ അയാഷിനൊരു സ്പെഷ്യൽ താങ്ക്സ്.